ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അനാട്ടമി ഓഫ് ഹാർട്ട്. സോ ഈ അനാട്ടമി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂജ് ടോപ്പിക്കാണ്. സോ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 പാർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, അതിൽ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തിങ് ആണ് ഹാർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം എന്താണ് ഹാർട്ട്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ജസ്റ്റ് ഡൈവ് ഇൻ ടു ദ ടോപ്പിക്. ലെറ്റ്സ് ഗോ. ഫസ്റ്റത്തെ പോയിന്റ്, ദ ഹാർട്ട് ഈസ് എ ഹോളോ മസ്കുലർ ഓർഗൻ. സോ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ഹോളോ മസ്കുലർ ഓർഗൻ ആണ്. നമുക്കറിയാം ഹാർട്ട് ആക്ച്വലി എന്താ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് സപ്ലൈ ആണ്. സോ ഈ ബ്ലഡ് ഈ ഹാർട്ട് എന്ന് പറഞ്ഞ ഓർഗന്റെ ഉള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് വിചാരിക്കുക. സോ ഇതാണ് നമ്മുടെ ഹാർട്ട്. സോ ഈ ഹാർട്ടിന്റെ ഈ പൊസിഷൻസിൽ കൂടെ ഒക്കെ ബ്ലഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളോ പോർഷനാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഹാർട്ട് ഈസ് എ ഹോളോ മസ്കുലർ ഓർഗൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ. സോ സ്റ്റേണം എന്ന് പറഞ്ഞ ബോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി സ്റ്റേണം എന്ന് പറഞ്ഞ ബോൺ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റേണം വരുന്നത്. ഇതാണ് മാനുബ്രിയം ഓഫ് സ്റ്റേണം, ഇത് ബോഡി ഓഫ് സ്റ്റേണം, ആൻഡ് ഇത് സിഫി സ്റ്റേണം. അങ്ങനെ 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ബോഡി ഓഫ് ദ സ്റ്റേണത്തിൽ 2 ലിഗ്മെന്റ്സ് ഉണ്ട്, സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ്സ്, SPL. സോ ഈ സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ്സ് ആണ് ഹാർട്ടിന്റെ ആന്റീരിയർ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ ഇത് ഇവിടെയാണെങ്കിൽ തൊട്ട ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഹാർട്ട് ഉണ്ടാവും. സോ ഈ 2 ലിഗ്മെന്റ്സും ഈ ഹാർട്ടിന്റെ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഒബ്ലിക്വലി ബിഹൈൻഡ് ദ ബോഡി ഓഫ് സ്റ്റേണം. ഫസ്റ്റ് സ്റ്റേണം, പിന്നെ അതിന്റെ ബാക്കിലായിട്ട് ഹാർട്ട് ഉണ്ടാവും. സോ ഈ ഹാർട്ടിന്റെ ആന്റീരിയർ പോർഷനും സ്റ്റേണത്തിന്റെ പോസ്റ്റീരിയർ പോർഷനിലുള്ള ഈ സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യും. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റേണം. സോ ഈ സ്റ്റേണത്തിന്റെ ഇവിടെ ഒരു സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേണം ഫസ്റ്റ് ബോഡിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. സോ സ്റ്റേണത്തിന്റെ പോസ്റ്റീരിയർ സൈഡിലാണ് ഈ ലിഗ്മെന്റ് ഉള്ളത്. സോ ഹാർട്ടിന്റെ ആന്റീരിയർ സൈഡിലുണ്ട്. സോ മനസ്സിലായില്ലേ, ഇത് രണ്ടും എങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും, അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ്സ് പ്ലേസ്ഡ് ഒബ്ലിക്വലി ബിഹൈൻഡ് ദ ബോഡി ഓഫ് ദ സ്റ്റേണം. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മീഡിയൻ പ്ലെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇതാണ് നമ്മുടെ മീഡിയൻ പ്ലെയിൻ. സോ ഇങ്ങനെ മീഡിയൻ പ്ലെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹാർട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ 1/3 പോർഷൻ ഓൺ ദ റൈറ്റ് സൈഡിലും 2/3 പോർഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡിലുമാണ് കാണുന്നത്. സോ ആക്ച്വലി ഏത് സൈഡിലേക്കാണ് ഹാർട്ട് കൂടുതൽ നിൽക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2/3 പോർഷൻ ഓൺ ദ ലെഫ്റ്റ്. ഓക്കെ, ആ പോയിന്റും ക്ലിയർ ആയി. ഇനി അടുത്തതാണ് മെഷർമെന്റ്സ്. ഹാർട്ടിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ്? 12 സെന്റിമീറ്റർ ഓഫ് ലെങ്ത്, 12 × 10 9 സെന്റിമീറ്റർ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ 12 സെന്റിമീറ്റർ ഓഫ് അതിന്റെ ലെങ്ത്തും 9 സെന്റിമീറ്റർ അതിന്റെ വിഡ്ത്തുമായിട്ടാണ് കണക്കാക്കുക. ഇനി അതിന്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽസിൽ പൊതുവെ 300 ഗ്രാം വെയിറ്റ് നമുക്ക് കാണാം, ഫീമെയിൽസിൽ 250 ഗ്രാം വെയിറ്റും കാണാം. നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഫിസ്റ്റിന്റെ അത്ര സൈസ് ഉണ്ടാവുള്ളൂ. സോ അതിന്റെ വെയിറ്റ് ആണ് പറയുന്നത് മെയിൽസിൽ 300 ഗ്രാം ആൻഡ് ഫീമെയിൽസിൽ 250 ഗ്രാം. ഇനി ഇതിന്റെ ബ്ലഡ് ഫ്ലോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ടൈപ്സ് ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. സോ ഇവിടെ ജസ്റ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി ഹാർട്ടിന്റെ ഉള്ളിൽ ബ്ലഡ് എപ്പോഴും ഫ്ലോ ചെയ്യുക ആട്രിയ ടു വെൻട്രിക്കിള. സോ ആക്ച്വലി ആട്രിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ആട്രിയാസ്, താഴെയുള്ള ഏറ്റവും വലിയ ചാമ്പേഴ്സ് ആണ് വെൻട്രിക്കിൾസ്. സോ എപ്പോഴും ഡൗൺവേർഡ് ഫ്ലോ ആയിരിക്കും ബ്ലഡ് ഉണ്ടാവുക. സോ ഡയറക്ഷൻ ഓഫ് ദ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ആട്രിയ ടു വെൻട്രിക്കിൾ ആണ്, ഡൗൺവേർഡ്, ഫോർവേഡ് ആൻഡ് ടു ദ ലെഫ്റ്റ്, അങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇത്രയും പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. എക്സാമിന് ഇതേപോലെ പോയിന്റ് ഇട്ട് എഴുതി ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പക്കയായി എഴുതാൻ പറ്റും. സോ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നതാണ് ഹാർട്ടിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. നമുക്ക് ഓരോന്നായി നോക്കാം എന്താണെന്നുള്ളത്. സോ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു 4 ചാമ്പേർഡ് ഓർഗൻ ആണ്. എല്ലാവർക്കും അറിയാം എന്താണ് ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ട്. സോ ഇനി ഏതൊക്കെ ചാമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ 4 ചാമ്പേഴ്സ് കൂടിച്ചേർന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ആട്രിയലും വെൻട്രിക്കിളിന്റെയും പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ, വെൻട്രിക്കിളിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ആട്രിയ ഉള്ളത്. അതേപോലെ തന്നെ വെൻട്രിക്കിളിന്റെ തൊട്ട് മുകളിലുള്ള ആട്രിയ കുറച്ച് പിന്നാക്കമാണുള്ളത്, പോസ്റ്റീരിയറിലേക്കാണ് ഉള്ളത്. ദ ആട്രിയ അബവ് ആൻഡ് ബിഹൈൻഡ് ദ വെൻട്രിക്കിൾ. സോ ആട്രിയ സിറ്റുവേറ്റഡ് ആയത് വെൻട്രിക്കിളിന്റെ തൊട്ട് മുകളിലും കുറച്ച് ബിഹൈൻഡും ആയിട്ടാണ്, പിന്നിലായിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ. സോ ഇത് വെൻട്രിക്കിൾ ആണെങ്കിൽ ആട്രിയ ഇവിടെ വരും, കണ്ട കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നില്ല, കറക്റ്റ് മുകളിലേക്ക് വരുന്നില്ല, എബൌലാണ്, കുറച്ച് ബിഹൈൻഡിലും ആണ്, അങ്ങനെയാണ് നിൽക്കുന്നത്. സോ അതാണ് ആ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ. സോ അടുത്ത പോയിന്റ്, ഹാർട്ടിന് കുറെ സെപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 2 ആട്രിയാസ് കണ്ട, റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം. സോ ഈ 2 ആട്രിയാസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് ഇവിടെ. സോ ഇതിനെ പറയുന്ന പേരാണ് ഇന്റർ ആട്രിയൽ ഗ്രൂവ്.
സോ ഇന്റർ ആട്രിയൽ സെപ്റ്റം എന്നും പറയും, ഇന്റർ ആട്രിയൽ ഗ്രൂ എന്നും പറയും. സോ ഇതാണ് രണ്ട് ആട്രിയത്തിനും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കണ്ട രണ്ട് വെൻട്രിക്കിൾസിനും സെപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ട്. സോ ഇന്റർ ആട്രിയൽ ആട്രിയനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇന്റർ വെൻട്രിക്കിൾ, ഇന്റർ വെൻട്രിക്കിൾ സെപ്റ്റം. ആക്ച്വലി ഈ ഇന്റർ എന്ന് പറയണത് ബിറ്റ്വീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാ എന്ന് പറയുന്നത് ഇൻസൈഡും. സോ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം രണ്ട് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ആട്രിയൽ സെപ്റ്റം രണ്ട് ആട്രിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒരു സംഭവം കൂടി നമുക്ക് കാണാം. ആട്രിയനും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം കണ്ട, ഇത് രണ്ട് സൈഡിലുള്ള ഇതിന് നമ്മൾ ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയും. ഓക്കെ, ഇവിടെ എഴുതുന്നുണ്ട് ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം. നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് എപ്പെക്സ് ഓഫ് ദ ഹാർട്ട്. ഇതാണ് ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, ഇതിനാണ് നമ്മൾ എപ്പെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ എപ്പെക്സിന് ഒരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും ഇത് ഡയറക്റ്റ് ഡൗൺവേർഡ്സ് ആയിരിക്കും, അതേപോലെ തന്നെ അത് ഫോർവേഡ് ആയിരിക്കും, അതേപോലെ തന്നെ അത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുക, ഈ ഒരു എഡ്ജാണ് എപ്പെക്സ് എന്ന് വിചാരിക്കുക. സോ ഇത് എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും, ഡയറക്റ്റഡ് ഡൗൺവേർഡ് ആയിരിക്കും, ഫോർവേഡ് ആയിരിക്കും, ഫ്രണ്ടിലേക്ക് നിൽക്കും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും തള്ളി നിൽക്കുക. ഡൗൺവേർഡ് ആയിരിക്കും, ഫോർവേഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ എപ്പെക്സ് എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും, ഫോർവേഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. നമുക്ക് അതിന് ഷോർട്ട് ഫോം ആയിട്ട് എപ്പെക്സ് എപ്പോഴും LDF എന്ന് പഠിച്ചു വെച്ചാൽ മതി. അതങ്ങനെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, ഡൗൺവേർഡ് ആയിരിക്കും, ഫോർവേഡ് ആയിരിക്കും, LDF. ഓക്കെ, അതും റെഡ് കളറുമാണ്, പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായില്ലേ. ഹാർട്ടിന്റെ ബേസ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സർഫസിനെ പറയണത്, അത് എപ്പോഴും ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ബേസ് എപ്പോഴും പോസ്റ്റീരിയർ സർഫസിലാണ് കാണുന്നത്, ബാക്ക്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, എപ്പെക്സ് എന്ന് പറയുന്നത് LDF, ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡ് ഫോർവേഡ്. ഇനി ബേസ് എന്ന് പറയുന്നത് അതെപ്പോഴും ബാക്ക്വേർഡ്സ് ആയിരിക്കും, ബാക്ക്വേർഡ്സ് എന്ന പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് നമുക്ക് ഹാർട്ടിന്റെ സർഫസ് പഠിക്കാനുണ്ട്. സോ സർഫസ് എന്ന് പറയുന്നത് സർഫസസ്. ഓക്കെ, സർഫസസിൽ ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് ആന്റീരിയർ സർഫസാണ്, ആന്റീരിയർ സർഫസ്. ഈ ആന്റീരിയർ സർഫസിന് തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, സ്റ്റേണോ കോസ്റ്റൽ സർഫസ്, സ്റ്റേണോ കോസ്റ്റൽ സർഫസ്. എന്തുകൊണ്ടാണ് സ്റ്റേണോ കോസ്റ്റൽ സർഫസ് എന്ന പേര് വരാൻ കാരണം നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റേണത്തിന്റെ ബോഡിയിലുള്ള സ്റ്റേണോ പെരികാർഡിയൽ ലിഗ്മെന്റ്സ് ഹാർട്ടിന്റെ ആന്റീരിയർ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് സ്റ്റേണോ കോസ്റ്റൽ സർഫസ് എന്ന് പേര് വരാൻ കാരണം. ആന്റീരിയർ സർഫസിലാണ് അറ്റാച്ച് ചെയ്യുന്നത് സ്റ്റേണത്തിന്റെ, അതുകൊണ്ടാണ് സ്റ്റേണോ കോസ്റ്റൽ സർഫസ് എന്ന് പേര് വരാൻ കാരണം. അടുത്ത സർഫസ് എന്ന് പറയുന്നത് ഇൻഫീരിയർ സർഫസ്, ഇൻഫീരിയർ സർഫസ്. ഓക്കെ, ഇൻഫീരിയർ സർഫസ്. അടുത്തത് ലാറ്ററൽ സർഫസ്. ഓക്കെ, ലാറ്ററൽ സർഫസ് ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്, സോ ലാറ്ററൽ സർഫസ്. അപ്പൊ സർഫസോൾ കഴിഞ്ഞു, ഇനി ബോർഡേഴ്സ് നോക്കാം. സോ ബോർഡേഴ്സ് പറയുമ്പോൾ അപ്പർ, ഇൻഫീരിയർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോർഡേഴ്സ് ആണുള്ളത്. ഇത് ഹാർട്ടിന്റെ ഏറ്റവും മോൾ പോർഷനിലുള്ള ഏറ്റവും അപ്പർ സൈഡിലുള്ളത് അപ്പർ ബോർഡർ, റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് ബോർഡർ, ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ബോർഡർ ആൻഡ് ഇൻഫീരിയർ താഴത്തെ പോർഷനിലുള്ളത് ഇൻഫീരിയർ ബോർഡർ. അത്ര കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. സോ ഇതോടുകൂടി നമ്മുടെ ഹാർട്ടിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൊത്തത്തിൽ ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റർ ആട്രിയൽ സെപ്റ്റം 2 ആട്രിയത്തിനെയും ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം 2 വെൻട്രിക്കിളിനെയും ആട്രിയനും വെൻട്രിക്കിളിനും തമ്മിൽ ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം സെപ്പറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? എപ്പെക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് ഫോർവേഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് എപ്പെക്സ് എപ്പോഴും നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ ബേസിനെ കുറിച്ച് പറഞ്ഞു. ബേസ് എപ്പോഴും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞു. 3 സർഫസ് പറഞ്ഞു, ആന്റീരിയർ ആൻഡ് ആന്റീരിയർ സ്റ്റേണോകോസ്റ്റൽ സർഫസ്, ഇൻഫീരിയർ സർഫസ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ സർഫസ്. ബോർഡേഴ്സ് പറഞ്ഞു, അപ്പർ, ഇൻഫീരിയർ, റൈറ്റ്, ലെഫ്റ്റ് ബോർഡേഴ്സ്.